ഗൈസ്, ഇന്ന് നമ്മൾ പോകുന്നത് UB സിറ്റി മാളിലാണ്. ബാംഗ്ലൂരിലുള്ള ഏറ്റവും ലക്ഷറീസ് മാളായിട്ടുള്ള മാളാണ് UB സിറ്റി മാള്. ഇപ്പം ഇങ്ങോട്ട് വരുന്നത് വരെ എനിക്കറിയില്ലായിരുന്നു ഇത് ഇത്രയും സെറ്റപ്പാന്ന്. ഞാൻ എന്തായാലും ലക്ഷറീസ് എന്ന് പറയുമ്പോഴും ഞാൻ സാധാരണ മോളൊക്കെ ലക്ഷറീസ് ആണല്ലോ എന്നുള്ള രീതിയിലേക്ക് കയറി വന്നത്. പക്ഷെ അല്ല, എൻ്റെ അമ്മോ, ഇതെന്ന് പറഞ്ഞാൽ ഫുൾ മാർബിൾ കൊണ്ടുള്ള കളിയാണ്. ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയുന്നതിൽ എത്ര കാര്യമുണ്ടെന്ന്. ഇതിൻ്റെ പുറത്ത് തന്നെ ഇത് ഭയങ്കര അടിപൊളിയായിട്ട് അട്രാക്റ്റീവായിട്ടാണ് ഇതിൻ്റെ സ്ട്രക്ചർ തന്നെ. ആ വെള്ളച്ചാട്ടവും എന്തൊക്കെയോ സംഭവം ഫുൾ അടിപൊളിയാണ്. ഇവിടെ വന്ന് ഫുള്ള് VIP ആണ്. പുറത്ത് നിർത്തിയിട്ട് ഇങ്ങനെ കാറ് കണ്ടാൽ തന്നെ അറിയാം, അത്രയും അടിപൊളി. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഒന്നും പറയുന്നില്ല, നമുക്ക് നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാം. അപ്പം നിങ്ങൾക്ക് കത്തും. കണ്ടില്ലേ, ഫുൾ ഏതോ വലിയ കൊട്ടാരത്തിൽ കയറിയ പോലെ ഉണ്ട്. സാധാരണ മാളിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടാണ് ഇതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളും എല്ലാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്ന ഒരു മിഡിലായിട്ടുള്ള ആൾക്കാർക്കൊന്നും വന്ന് ഒരു സാധനം വാങ്ങാൻ പറ്റില്ല. മൊത്തം VIPസിന് മാത്രമായിട്ട് ഉണ്ടാക്കിയ മാളാണ്. കാരണം എന്ത് സാധനത്തിനും പൈസയാണ്, ഒടുക്കത്തെ വില. ഇവിടെ എല്ലാം ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന സാധനങ്ങളും എല്ലാം കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് കത്തും ഞാൻ പറയുന്നത് എത്ര കാര്യമുണ്ടെന്ന്. എനിക്കൊരു വൃത്തിയായിട്ട സ്വഭാവമുണ്ട്. ഏത് മാളിൽ പോയാലും എനിക്ക് ആദ്യം വാഷ്റൂമിൽ പോകണം. നമുക്ക് നേരെ ഇവിടുത്തെ വാഷ്റൂമിലേക്ക് നോക്കാം. ഞാൻ കുറച്ച് നേരമായിട്ട് എത്തിയോടെ ഞാൻ വാഷ്റൂം എവിടെയാണെന്നാണ് നോക്കുക. ഇത് ഏതാണ്ട് തപ്പിപ്പിടിച്ച് നമുക്ക് നേരെ അങ്ങനെ നമ്മൾ ബാത്റൂം എക്സ്പ്ലോർ ചെയ്ത് ഇനി നമുക്കിതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ഈ ബാത്റൂം ഇറങ്ങിയപ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും 100 ആൾക്കാരാണ് പോയി ബാക്ക്ഗ്രൗണ്ട് നോക്കി ഫോട്ടോസ് എടുക്കുന്നത്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വലിയ മിററൊക്കെ ഉണ്ട് കേട്ടോ, നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. ഇത് ഈ സൈഡ് കാണുന്ന പെയിൻറ്റിങ്സ് ഒക്കെ സെയിലാണോ അല്ലേന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നല്ല അടിപൊളിയായിട്ടുണ്ട്, നല്ല വിലയുണ്ടാവും. ഇവിടെ എന്ത് തൊട്ടാലും വിലയാണ് സെയിലാണെങ്കിൽ കേട്ടോ. ഈ കാണുന്ന ലൂയിസ് വിറ്റിൻ്റെ ബാഗാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അതിനെ ഒന്ന് സൂം ചെയ്ത് കാണിക്കാം. ഈ ബാഗിന് 2 ലക്ഷത്തി സംതിങ് ആണ് പ്രൈസ്. ഇതേപോലെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടിരിക്കുന്ന ഓരോരോ ബ്രാൻഡിൻ്റെയും പ്രൊഡക്ട്സ് ഉണ്ട്. എല്ലാത്തിനും വിലയാണ്, ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഇതിൻ്റെ ഉള്ളിൽ കയറണം എന്ന് എനിക്ക് പ്ലാനും ഇല്ല, ആഗ്രഹവും ഇല്ല. കാരണം ഞാൻ ഇതിനുള്ളിലൊന്നും വാങ്ങുന്നില്ലല്ലോ. സോ നമുക്ക് മുമ്പോട്ട് നടക്കാം. ഇതുവരെ മാളിൽ കാണാത്ത എല്ലാ ബ്രാൻഡ്സിൻ്റെയും ഷോറൂമുകൾ ഇതിലുണ്ട്. പിന്നെ നമുക്ക് ഇതൊക്കെ നോക്കി വെക്കാം. ഞാനിതെന്താ നോക്കി വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കറക്റ്റ് നല്ല ചാത്ത നോക്കി വാങ്ങാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും ഇത് ഞാൻ വാങ്ങുന്നില്ല. 2 ലക്ഷം രൂപയ്ക്ക് ഒരു ബാഗ് വാങ്ങാൻ മാത്രമുള്ള പൊട്ടത്തരം ഞാൻ ചെയ്യില്ല. ഇതിൻ്റെ സീലിംഗ് ഒക്കെ കണ്ടില്ലേ, അത്യാവശ്യം അടിപൊളിയായിട്ടുണ്ട് അല്ലേ. ഇതിൻ്റെ ഓരോ പോയിൻറ്റും ഇവർ എത്രത്തോളം അട്രാക്റ്റീവ് ആക്കാൻ പറ്റുമോ, എന്തൊക്കെ പണിയെടുക്കാൻ പറ്റുമോ അതൊക്കെ ഇവർ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് സൺഡേ ആണ് കേട്ടോ. ഈ സൺഡേ ആയിട്ട് ഞാൻ ഇപ്പോൾ കുറച്ച് 2-3 സ്ഥലം പോയിട്ട് വരുവാണ്. അവിടെയൊക്കെ നല്ല റഷ് ഉണ്ടായിരുന്നു. ഇവിടെ കയറിയപ്പം ആളില്ലാത്ത സ്ഥലം പോലെ, വെച്ചാൽ ഒട്ടും ആളില്ലാത്ത പോലെയല്ല, അങ്ങനെ റഷ് സൺഡേ ആണെന്നുള്ള കുത്തിക്കയറ്റമൊന്നുമില്ല. ബിക്കോസ് ഇവിടെ ആരും എനിക്ക് തോന്നുന്നില്ല ഒരു മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാരൊന്നും ഇവിടെ വന്നിട്ട് സാധനം വാങ്ങാൻ വരുന്നത്. പക്ഷെ നമ്മൾ സാധാരണ മാളിലൊക്കെയാണ് ഈ സുഡിയോ, ലൈഫ് സ്റ്റൈൽ, നമുക്കൊക്കെ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള കുറച്ച് ബ്രാൻഡ്സ് ഇല്ലേ. പക്ഷെ ഇവിടെ ലൈഫ് സ്റ്റൈലും ഇല്ല, സുഡിയോയും ഇല്ല, ഒക്കെ ഇങ്ങനത്തെ ലൂയിസ് വിറ്റനും ഗുച്ചി അങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ മെയിനായിട്ട് ആൾക്കാർ കുറവാട്ടോ. ഇപ്പോൾ ലൂയിസ് വിറ്റിൻ്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ 2-3 ആൾക്കാർ, ഗുച്ചിൻ്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ ഒരാൾ, അങ്ങനെ വളരെ ആൾക്കാർ കുറവാണ്. വലുതായിട്ട് ആൾക്കാർ സാധനം വാങ്ങിച്ച് പർച്ചേസ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ ഓൾമോസ്റ്റ് ഈ ടീനേജിലുള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ക്ലീനിങ് ഒക്കെ ഞാൻ എപ്പോൾ നോക്കിയാലും ഇവിടെ വന്ന് പോകുന്നത് വരെ നമുക്കിപ്പോൾ എല്ലാം ഈ ചേച്ചി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സാധാ മാളിനെക്കാട്ടും കുറച്ചുകൂടി അടിപൊളിയായിട്ട് ഇവിടെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഫുൾ കണ്ടില്ലേ, നമ്മളെപ്പം നടന്നാലും തിരിച്ചതിൻ്റെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഈ മാർബിളിൻ്റെ ഫുൾ സെറ്റപ്പായിട്ട് ഈ റിഫ്ലക്ഷനൊക്കെ ആയിട്ട് അടിപൊളിയാണ്. മാത്രമല്ല ഇവിടുത്തെ ലൈറ്റിങ് സൂപ്പറാണ് കേട്ടോ. നമ്മളിതിൻ്റെ ജസ്റ്റ് ഓരോ സൈഡിൽ നടക്കുമ്പോഴും നമുക്കൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓരോ ലൈറ്റ്സും കാര്യങ്ങളും ഒക്കെ കാണാൻ പറ്റും. സെയിം അല്ല, എല്ലാ ലൈറ്റും വേറെ വേറെ, എല്ലാ കാര്യങ്ങളും നമുക്ക് ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോഴും കുറച്ചുകൂടി അടിപൊളിയായിട്ടാണ് മാൾ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ ഓൾമോസ്റ്റ് ഒക്കെ കവർ ചെയ്ത് ഒന്ന് ചുറ്റിക്കറങ്ങി. ഇത്രയേ ഉള്ളൂ ഗ്രൗണ്ട് ഫ്ലോർ, വളരെ വലുതൊന്നുമല്ല. നമുക്കിനി നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാം. ഇവിടെ നോക്കിയാൽ ഫസ്റ്റ് ഫ്ലോറിൽ എത്തുമ്പോൾ തന്നെ സാധാ മാളിൻ്റെ പോലെയല്ല, ജസ്റ്റ് അവിടുന്ന് സെൻറ്ററിൽ നിന്നാണ് ഇതിൻ്റെ എൻട്രൻസ് വരുന്നത്. ഈ എസ്കലേറ്റർ നേരെ നമ്മൾ സെൻറ്ററിലേക്ക് എത്തുന്നത്. അവിടുന്ന് പിന്നെ വേണമെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് പോവാം, അല്ലെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് പോവാം. രണ്ടും ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ സംഭവമാണ്. നോക്കി നേരെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലെത്തി. ഞാൻ നേരെ ലെഫ്റ്റിലേക്കാണ് എടുത്തത്. നമുക്ക് നോക്കാം.
നമുക്ക് എന്താണെങ്കിലും ഇവിടുത്തെ ഒരു ഷോപ്പ് കയറിയിട്ട് ഒരു പ്രൈസ്, ഒരു ആവറേജ് പ്രൈസൊക്കെ നോക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഞാനിതാ ഈ ഒരു ബാഗ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതിന് 30,000 രൂപയാണ് വില. നിങ്ങളെ നോക്കി ഓരോന്നിൻ്റെയും പ്രൈസ്. ഇതിന് 32,000. എൻ്റെ ഒരു ബാഗും ഞാൻ ഇവിടുന്ന് വാങ്ങുന്നില്ല. 34,000. എല്ലാത്തിനും നല്ല പ്രൈസ്. ഇതൊക്കെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ 1 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം, 5 ലക്ഷം വരെയുള്ള ബാഗുകളുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ബാഗും എനിക്കിഷ്ടം. എനിക്ക് കളേഴ്സ് ഇഷ്ടമാണ്. അപ്പോൾ ഈ ബാഗ് ഞാൻ നോക്കട്ടെ പ്രൈസ് എത്രയാണെന്നുള്ള. ഇതിൻ്റെ ബാഗ്, പക്ഷേ ഈ ബാഗിൻ്റെ പ്രൈസ് എനിക്ക് കിട്ടിയിട്ടില്ല. ചില ബാഗിന് ഒരു പ്രൈസ് ഇതിനകത്ത് ഡയറക്റ്റ് എനിക്ക് അങ്ങനെ നോക്കുമ്പോൾ തന്നെ കാണാനൊന്നും പറ്റിയിട്ടില്ല. ഇതിന് 41,000 ഈ ബ്ലാക്ക് കുട്ടി ബാഗാണ്, വലിയ സ്പേസ് ഒന്നും കൊള്ളാത്തൊരു ചെറിയൊരു ബാഗാണ്. അപ്പോൾ എല്ലാത്തിനും പ്രൈസ് ഉണ്ട്. അതുപോലെ തന്നെ ടീഷർട്ട്സ് ഒക്കെ ഉണ്ട് ഈ ഷോപ്പിൽ. ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെയൊക്കെ ഒരു ഓൾമോസ്റ്റ് കാര്യങ്ങൾ ഇതിനകത്ത് കൊടുത്ത്, ഈ ഷോപ്പിൻ്റെ സൈറ്റിനെ പറ്റിയിട്ടാണ് കേട്ടോ അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് നോക്കി നമുക്കൊരു ആവറേജ് പ്രൈസിനെ പറ്റി മനസ്സിലാവും. ഈ ഒരു ബാഗിന് ഇതിന് 27,500 രൂപയാണ് ഈ ഒരു ബനിയന് ടീഷർട്ടിൻ്റെ വില. പക്ഷേ ഇതിന് വലിയ ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മളൊരു 4,000 രൂപയ്ക്ക് വാങ്ങുന്നൊരു ടീഷർട്ടിൻ്റെ ക്വാളിറ്റി മാക്സിമം, അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയിട്ടില്ല. ഇതിന് 27,500 ക്വാളിറ്റി ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. എന്തുകൊണ്ട് ഇത്രയും പൈസ, ഞാൻ കുറേ ആലോചിച്ചു. അതുപോലെ ഇവിടെ ഞാൻ സ്ലിപ്പേഴ്സ് വരെ നോക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൻ്റെ പ്രൈസ് വരെ കണ്ടാൽ നിങ്ങൾ ഞെട്ടും. ഞാൻ ഓൾറെഡി ഞെട്ടി. കണ്ടോ, ഇതൊക്കെ ഓൾമോസ്റ്റ് എന്താ പറയുക, ഒരു കോട്ടൺ, കുറച്ചുകൂടി കട്ടിയുള്ളൊരു കോട്ടൺ, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒന്നും ഭയങ്കര സംഭവമായിട്ട് സോഫ്റ്റായിട്ടുള്ള മെറ്റീരിയലൊന്നുമല്ല. ഈ ഷർട്ടിൻ്റെ വില 13,500. ഇതിന് ഈ ബ്രാൻഡിൻ്റെ എംബ്ലം ഉണ്ടെന്നല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇതന്നെ ശാത്തം കുറേ നമുക്ക് ഈ ഒരു കാലിക്കറ്റ് ആണെങ്കിൽ, ഞാൻ കാലിക്കറ്റ് ആയതുകൊണ്ട് എനിക്ക് SM സ്ട്രീറ്റ് അറിയുന്നത്. അവിടെ ഇങ്ങനത്തെ സംഭവങ്ങൾ കിട്ടുമെന്നാണ് എൻ്റെ ഒരു ഇതേപോലെ തന്നെ എനിക്ക് ഏറ്റവും നല്ലത് നമ്മൾ വെറുതെ പൈസ കളയുന്ന പോലത്തെ ഒരു ഫീൽ തോന്നി ഇതൊക്കെ വാങ്ങുവാണെങ്കിൽ. ഞാൻ പിന്നെ വേറെ ഇതെനിക്ക് അത്യാവശ്യം ഒരു വലിയ രസമില്ലാന്ന് തോന്നിയപ്പോൾ ഇതിന് എത്രയാണ് നോക്കിയതാണ്. ഇതിൻ്റെ വില തന്നെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ച്. ഇതൊരു കുട്ടീൻ്റെ ഡ്രസ്സാണ് കേട്ടോ. ഒരു ചെറിയൊരു വാവയ്ക്ക് ഇടാൻ പറ്റിയ ഡ്രസ്സാണ്. ഒരു 4 വയസ്സ് 5 വയസ്സൊക്കെ ഉള്ള ഒരു കുട്ടിക്ക് ഇടാൻ പറ്റിയ ഡ്രസ്സാണ്. അതിന് തന്നെ എത്ര പ്രൈസ് നിങ്ങൾ കണ്ടില്ലേ. അതുപോലെ ഇവിടെ ഓൾമോസ്റ്റ് എല്ലാവരും ജസ്റ്റ് ഇത് കാണാൻ വന്ന പോലെ തോന്നി 1-2 പേര് ഡ്രസ്സ് സെലക്ട് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അടുത്ത ഫ്ലോറിലേക്ക് പോയി നോക്കാം. ഇവിടുന്ന് നമ്മൾ ഒന്നും വാങ്ങുന്നില്ല. സോ നമുക്ക് അടുത്ത ഫ്ലോറിലേക്ക് നോക്കാം. അടുത്ത ഫ്ലോറിലും ഇതേപോലെ എല്ലാ എസ്കലേറ്റർ നേരെ അവസാനിക്കുന്നത് എൻട്രൻസിലേക്കാണ്. നെക്സ്റ്റ് ഫ്ലോറിൻ്റെ എൻട്രൻസ് അങ്ങനെ തന്നെയാണ് പോകുന്നത്. കണ്ടില്ലേ, ഇതാണ് അതിൻ്റെ ബാക്ക് വ്യൂ. നല്ല രസമുണ്ട്. ഇത് ഇത്ര ആൾക്കാരേ ഉള്ളൂ, അല്ലാതെ വമ്പിച്ച തിരക്കൊന്നുമില്ല. ഇവൻ സൺഡേ ആയിട്ട് ഓൾമോസ്റ്റ് നൈറ്റ് സൺഡേ എന്ന് പറയുമ്പോൾ അത്യാവശ്യം തിരക്കാണ് ബാംഗ്ലൂർ. ഇവന്തോ അവിടെ അത്രയ്ക്കൊന്നും ഇല്ല തിരക്ക്. ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് ഫ്ലോർ. ഇത്ര ഫ്ലോറേ ഉള്ളൂ. ഇതിനങ്ങോട്ട് പ്രത്യേകിച്ച് വേറെ ഫ്ലോറൊന്നുമില്ല. പക്ഷെ ഞാൻ കാണിച്ചില്ല, ഇതിൻ്റെ എൻഡിലൊരു വ്യൂ ഉണ്ട്, കണ്ടോ. ഈ ഒരു വ്യൂ സൂപ്പർ വ്യൂ ആണ്. ഇവിടെയാണ് അത്യാവശ്യം ആൾക്കാരുള്ളത്. ഇവിടെ ആദ്യമായിട്ട് വരുന്ന ആളാണെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യേയില്ല ഇവിടെ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്ന്. ബിക്കോസ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. ഇവിടെ നമ്മൾ ഈ എന്താ പറയുക, ഈ ബാംഗ്ലൂരിൻ്റെ ഏറ്റവും ടോപ്പിൽ ഏറ്റവും ടെറസ് ഭാഗത്തല്ലേ നമുക്ക് അടിപൊളിയായിട്ടുള്ള വ്യൂ ഉണ്ടാവുക. കുറേ ബിൽഡിങ്ങിൻ്റെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ, ആ ഒരു വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടും. ഒരു ഫീൽ ഗുഡ് ആയിട്ടുള്ള ചിറ്റായിട്ട് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഇവിടെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നുവെച്ചാൽ ഈ ഒരു ഭാഗത്ത് തന്നെ അത്യാവശ്യം നല്ല എക്സ്പെൻസാണ്. ഞാൻ പറയണ്ടല്ലോ, ഒരു ചായക്ക് ഏറ്റവും കുറവ് ഇവിടെ ഒരു 60 രൂപയാണ് ഒരു ചായക്ക് കിട്ടുന്നത്, ഏറ്റവും ചീപ്പായിട്ട്. അതും ചെറിയൊരു ക്വാണ്ടിറ്റി, ഏറ്റവും സ്മോൾ ക്വാണ്ടിറ്റിയിൽ. അത്രേ ഉള്ളൂ UB സിറ്റി മോളിനെ പറ്റി പറയാൻ വേണ്ടി. അങ്ങനെ നമ്മൾ ഇറങ്ങി, നമ്മൾ തിരിച്ചു പോവാണ്, ഓട്ടോയിലാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ. നിങ്ങളൊക്കെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി നമുക്ക്